ഹായ് ഹലോ. അപ്പം ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളെ ജയേട്ടൻ്റെ വീട്ടിൽ ഉണ്ണിയോൾ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ തുമ്പീനെ അവർ എടുത്തോണ്ട് കേട്ടോ. അപ്പോൾ തുമ്പി അവിടെ ഇരുന്ന് കത്തിക്കുന്നുണ്ട്. അപ്പോൾ തുമ്പിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജയേട്ടൻ കൈ പിടിച്ചിട്ടാണ് കേട്ടോ അവളെയും കൊണ്ട് ഇങ്ങനെ കത്തിപ്പിക്കുന്നത്. അവൾക്ക് ആദ്യം നല്ല പേടിയായിരുന്നു. അവൾക്ക് ഈ വലിയ സൗണ്ടും ഒക്കെ പേടിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ തന്നെ പടക്കങ്ങൾ അധികം ഒന്നും തന്നെ വാങ്ങാറില്ല. അപ്പോൾ ഈ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവരെ കൂടെ ഇങ്ങനെ കത്തിച്ചോട്ടെ വെച്ചിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആൾ നല്ല സ്മാർട്ടായിട്ടോ. ഞങ്ങൾ കുറച്ച് നേരം കമ്പിത്തിരിയും പിന്നെ പൂക്കുറ്റിയൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ മെയിനായിട്ടുള്ള ഐറ്റമാണല്ലോ നമ്മൾ വിഷുക്കണി വെക്കൽ. അപ്പോൾ അതിനുള്ള സെറ്റിങ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ലാസ്റ്റ് കിടക്കാറാകുമ്പോഴാണ് കേട്ടോ എല്ലാം ചെയ്യണത്. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് അതിൻ്റെ തിരക്കിലാണ്. നമ്മളെ തുമ്പിക്കുട്ടി അവിടെ കടന്ന് ഉറങ്ങിയിട്ടോ. നമ്മളിന്ന് വേഗം അത് ചെയ്യട്ടെ എന്നുള്ള തിരക്കിൽ നമ്മളൊക്കെ ഒരുക്കി വെക്കുകയാണ് കേട്ടോ. അതെന്താ പിറ്റേ ദിവസമായിട്ട് അപ്പോൾ കണി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ. ആദ്യത്തെ ഏട്ടനെ കുറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടീനെ കൊണ്ടുവരികയാണ് കേട്ടോ. തുമ്പിക്കുട്ടി അലമ്പാക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചു. കഴിഞ്ഞ പക്ഷെ കരഞ്ഞ് പൊളിക്കായിരുന്നു കേട്ടോ. കുഞ്ഞി ഉണ്ണിയോളല്ലേ. അപ്പോൾ രാവിലെ എന്താ മൂടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഇപ്രാവശ്യം അവൾ പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. അവൾ തലേദിവസം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. ആളെ കണ്ണ് ഫുള്ള് ഫ്രൂട്ട്സിലായിരുന്നു കേട്ടോ. ആപ്പിൾ വേണം, തണ്ണിമത്തൻ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കടന്നിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അവൾ ശ്രദ്ധിച്ചത് കൃഷ്ണനെയായിരുന്നു. കിച്ചണം പറഞ്ഞിട്ടൊന്ന് തൊഴുതു കേട്ടോ. സന്തോഷമായി. പിന്നെ നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ട തിരക്കിലാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ പ്ലാസിൻ്റെ ഇലയൊക്കെ അച്ഛൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. തുമ്പിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞാൻ നീപ്പിക്കാനും പോയില്ല കേട്ടോ. നേരത്തെ നീച്ചതല്ലേ. ഇപ്പോൾ സമയം ഒരു 6 മണി ഒക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേഗമൊക്കെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തുമ്പിയൊക്കെ നീച്ച് കഴിഞ്ഞാൽ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ വേഗം കഴിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാമല്ലോ എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് അട മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി സദ്യവട്ടങ്ങളൊക്കെ താഴത്താണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏട്ടൻ തേങ്ങ ചെറിയ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വോയിസ് കൊടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വോയിസ് ഉണ്ടാവും. വണ്ടികളുടെ ആയാലും പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടരൊക്കെ സൗണ്ട് ചിലപ്പോൾ കേൾക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ അട പരത്തിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അട ഒന്ന് പരത്തി കൊടുത്ത് കഴിഞ്ഞാൽ ഏട്ടൻ എനിക്ക് ഫില്ല് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ പിന്നെ വേഗം അടപ്പരിപാടികളൊക്കെ നോക്കിയിട്ട് അടയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ തുമ്പിക്കുട്ടീനെ വിളിച്ചത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഉറക്കം റെഡി ആയില്ല വെച്ചാൽ പിന്നെ അവളെ അമ്പലത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് വെച്ചാൽ ഭയങ്കര വാശിയാവും. അപ്പോൾ പിന്നെ ഉറങ്ങുകയാണെന്ന് വെച്ചാൽ ആ സമയം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം പണികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അട വേഗം പരത്തി കൊടുത്ത ഏട്ടനയിലിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഒക്കെ ഫില്ലിങ്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിറ്റേത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വിഷുവായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് താഴത്തുനിന്ന് കുറച്ച് ചോറുണ്ട് വീട്ടിൽ വന്നപ്പോൾ അടയെ കഴിച്ചത് കേട്ടോ. പിന്നെ രാത്രി അട കഴിച്ചിട്ടാണ് 36 കടന്നത്. രാവിലെ അട കഴിച്ചു കേട്ടോ. അട അതുപോലെ ദോശ അങ്ങനത്തെ ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമായത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എപ്പോൾ കൊടുത്താലും അവൾ കഴിക്കും. അട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാല് വെക്കുന്നുണ്ട് കേട്ടോ. പാല് വെച്ചിട്ട് ചായ കൂടി ആക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. നമ്മൾ ഇഡ്ഡലി തട്ടിൽ എല്ലാതും അടയൊക്കെ വെച്ചിട്ട് അത് ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാല് തിളച്ച് വന്നപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പാലൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് മുടിയൊക്കെ ഒന്ന് ചിക്കോർത്തിട്ടു. അല്ലെങ്കിൽ ഉണങ്ങില്ലല്ലോ, ആ കൊട്ടി പിടിച്ച പോലെ ആവും. അപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങൾ എന്നും ഇങ്ങനെ ചായ കുടിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. ഇടയ്ക്ക് വല്ല പാലും വാങ്ങി അങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കാന്നേ ഉള്ളൂ. പാലും ചായയൊന്നും ഇന്ന് സ്ഥിരമല്ല, ഇഷ്ടമല്ല കേട്ടോ. ചായ കുടിക്കാൻ വല്ല ലൈക്കൊന്നുമല്ല. ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നല്ലാതെ എപ്പോഴെങ്കിലും കേട്ടോ പാല് വാങ്ങുള്ളൂ. അങ്ങനെ ചായ ആറ്റി വെക്കുന്നുണ്ട്. നമ്മൾ തുമ്പിക്കുട്ടീനെ ഏട്ടൻ നീപ്പിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഇവിടെയും കുളി കഴിഞ്ഞാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവർ കുളിക്കാൻ പോയ നേരത്തിന് ഞാൻ എൻ്റെ തിരുമ്പാളമൊക്കെ തിരുമ്പിയിട്ടു കേട്ടോ. അങ്ങനെ അവരുടെയും കുളി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇന്ന് അടയാണെന്ന് പറഞ്ഞല്ലോ. പ്ലാസിൻ്റെ ഇലയും കൊണ്ടിട്ട് അട ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ടുള്ള അടയാണ്. അപ്പോൾ ഏട്ടന് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഏട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുമ്പിക്കുട്ടിക്ക് തന്നെ ആദ്യം കൊടുത്തായിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുത്തില്ല കേട്ടോ. പിന്നെ അത് അമ്പലത്തേക്കുള്ള പോക്കാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട് തുമ്പിക്കുട്ടി. അങ്ങനെ അത് അമ്പലത്തിലെത്തിയപ്പോൾ നമ്മളെ ടീംസിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവർ തൊഴുതിറങ്ങിയായിരുന്നു. പിന്നെ അവരുടെ കൂടെയാണ് പോയിട്ടോ. പിന്നെ അവർ തുമ്മിയുടെ കൂടെ ഒന്നുകൂടി കയറി തൊഴുതു കേട്ടോ. പിന്നെ ഭണ്ണാരത്തിൽ പൈസ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില്ലറ പൈസ ഇട്ടാലും മതിയാവില്ല. പിന്നെ വിഷു കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് കിട്ടിയതൊക്കെ ഭണ്ണാരത്തിൽ ഇട്ടു. അങ്ങനെ അത് അമ്പലത്തിൽ നിന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ താഴത്തേക്ക് പോയിട്ടോ. പിന്നെ അവിടുത്തെ ഓരോ സദ്യവട്ടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഒന്നും കാണിച്ചു തരാണ് കേട്ടോ. സാമ്പാറും അവിയലും കാബേജ് ഉപ്പേരിയും അച്ചാറും പപ്പടവും പുളിയിഞ്ചിയും അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഓലനും പിന്നെ അതെല്ലാവരും കൂടി ഇരുന്നിട്ട്
വിഷു സദ്യ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വിരുന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സദ്യ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു, ഒരു ചെടിയൊക്കെ നനച്ചു. പിന്നെ ഞാൻ തുടച്ചായിരുന്നു രാവിലെ, അപ്പോൾ ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ടു. അങ്ങനെ നമ്മളെ വീടിൻ്റെ കുട്ടപ്പിയായിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് വെയിലെന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 4-4:30 സമയമൊക്കെ ആയിരുന്നു. ഒരു എന്താ പറയുക, ഒരു മഴക്കാറ് മൂടിയൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഭയങ്കര ഒരു സന്തോഷമാണ്, ഒരു ഇൻട്രസ്റ്റാണ് എന്താണെന്നല്ല. പക്ഷേ ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറുതുരുത്തി പാലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. പിന്നെ നമ്മുടെ റെയിൽവേ ആണ് കേട്ടോ, നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിങ്ങനെ പോവുക. അപ്പോൾ വീടിൻ്റെ അവിടെ എത്താറാവണം കേട്ടോ. അപ്പോൾ നേരത്തെ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ താഴത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പം വരുന്നവർ വിചാരിച്ചിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഹോണടി കേട്ടോ. അപ്പം ഇന്ന് ഇവർ അറിഞ്ഞിട്ടില്ല, അമ്മയും അച്ഛനും അനിയനൊക്കെ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഉറക്കത്തുനിന്ന് അമ്മയൊക്കെ നീച്ച് വന്നിട്ട് വാലൊക്കെ തുറന്നിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ തുമ്പിക്കുട്ടിക്ക് അച്ഛൻ ഉറങ്ങുന്നത് തീരെ പറ്റുന്നില്ല. അപ്പോൾ തുമ്പിക്കുട്ടിക്ക് വിഷുവായിട്ട് അമ്മമ്മയുടെ വക വളയും മാലയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കൈ നിറച്ചിട്ടിട്ടുണ്ട്. മാല അച്ഛൻ വേണം പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ നീക്കുന്നില്ല. അപ്പോൾ അവൾ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛൻ നീച്ചു. അച്ഛൻ ഉറക്കം റെഡി ആയിട്ടില്ല. പിന്നെ ഏട്ട ഇട്ട് കൊടുത്തു കേട്ടോ മാലയൊക്കെ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കുറേ നേരം അവളൊരു ഷോ തന്നെയായിരുന്നു കേട്ടോ. മാലയും വളയൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷം തന്നെയായിരുന്നു. തിരിയണു അങ്ങനെ എന്തൊക്കെയാണ് കാട്ടേണ്ടതെന്ന് അറിയില്ല. വളയൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പി ചുഞ്ചരിയായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അല്ലേ അവളൊരു കുഞ്ഞു സന്തോഷങ്ങൾ. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അച്ഛനോടും അമ്മയോടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മമ്മയും അച്ഛനും വാങ്ങിയതാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കറങ്ങുന്നുണ്ട്. ഭയങ്കര ഒരു ഷോ ഇറക്കൽ തന്നെയായിരുന്നു അവിടെ. നാണം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാൻ ഇരുന്നു കേട്ടോ. അങ്ങനെ സദ്യ കഴിച്ചിട്ട് വേണം തറവാട്ടിലേക്ക് പോകാൻ. സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. സദ്യയൊക്കെ കഴിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, അമ്മോട് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ കൈനീട്ടം കൊടുക്കുകയാണ്, തുമ്പിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. തുമ്പി ഹാപ്പി ടു യു എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ വിഷു എന്ന് പറയൽ തുടങ്ങി. തുമ്പിക്ക് കൈനീട്ടം കൊടുത്തു. അങ്ങനെ തറവാട്ടിക്ക് പോവാണ്. ഇത് മൂത്ത മേമയാണ് കേട്ടോ. പിന്നെ തറവാട്ടിൽ പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ തുമ്പിയുടെ അടുത്ത് പടക്കം പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ തുമ്പി അതിൻ്റെ ഒരു ഇതിൽ നിൽക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്ത് കൈനീട്ടം കിട്ടി. അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൈനീട്ടമൊക്കെ തന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വന്നു. പിന്നെ രാത്രി ആയപ്പോൾ അച്ഛൻ കമ്പിത്തിരിയൊക്കെ അവളെയും കൊണ്ട് കത്തിപ്പിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ആദ്യമൊക്കെ പേടി വന്നു, പിന്നെ പേടി മാറിയിട്ട് അപ്പോൾ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ പറയൽ തുടങ്ങി, പടക്കം പൊത്തിക്കുക പറയൽ തുടങ്ങി. പിന്നെ മേലൊക്കെ കഴിക്കൊന്ന് ഫ്രഷായിട്ട് പിന്നെ തറവാട്ടിക്ക് പോകാൻ കേട്ടോ. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം ഇന്നെൻ്റെ ബാപ്പൻ്റെ മകൻ എന്ന് വെച്ചാൽ എൻ്റെ അനിയന് 10th റിസൾട്ട് വന്നു കേട്ടോ. അതിന് അത്യാവശ്യം നല്ല മാർക്കുണ്ട്, 88% മാർക്കുണ്ട് കേട്ടോ അവന്. അപ്പോൾ അതിൻ്റെ ചിലവ് കൂടിയാണ് ഇന്ന് കേട്ടോ ഞങ്ങൾ തറവാട്ടിൽ. അപ്പോൾ ഇത് മേമയാണ് കേട്ടോ, ഈ മേമയുടെ മോനാണ്. അപ്പോൾ അവനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് വർത്താനം പറയുകയാണ്. ഇത് അച്ചുവാണ് കേട്ടോ, ഇത് മൂത്ത പാപ്പൻ്റെ കുട്ടിയാണ്. അപ്പോൾ ആ ബ്ലാക്ക് ഇട്ട ടീഷർട്ടാണ് കേട്ടോ അല്ലു, അവനാണ് കേട്ടോ റിസൾട്ട് വന്ന കുട്ടി. അങ്ങനെ പിന്നെ നമ്മൾ ആഘോഷിക്കൽ തന്നെ ആയിട്ട് തറവാട്ടിൽ വന്നിട്ട് പൂക്കുറ്റിയും കമ്പിത്തിരിയൊക്കെ കത്തിക്കുകയാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്കും ഈ വലിയ സൗണ്ടിൽ പൊട്ടണ ഗുണ്ട് അങ്ങനത്തെ എനിക്കും പേടിയാണ് കേട്ടോ. തുമ്പിക്ക് മാത്രമല്ല എനിക്കും പേടിയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കത്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യത്തെ വിഷു അങ്ങനെ അവസാനിച്ചു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബായ്.